ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ബെന്റ്ലിയുടെ എഞ്ചിനാണ്. ബെന്റ്ലിയിൽ മാത്രമല്ല ഈ ഒരു എഞ്ചിൻ ഉള്ളത്, പോർഷയിലും അതേമാതിരി തന്നെ ഓഡി, വോൾക്സ്വാഗൺ വാഹനങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ടൈപ്പ് എഞ്ചിൻ വരാറുണ്ട്. അപ്പോൾ ജർമ്മൻ ടെക്നോളജിയൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേമാതിരി തന്നെ അവർ പലതരം മോഡിഫിക്കേഷനും പലതരം ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൽ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടറിൻ്റെ ലൊക്കേഷൻ ഇരിക്കുന്നത് വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ അകത്താണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടർ നമുക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എഞ്ചിനും ഗിയർ ബോക്സും നമുക്ക് ഇതേമാതിരി തന്നെ സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ടർ കഴിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടറിൻ്റെ ലൊക്കേഷൻ കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നതാണ് മെഴ്സിഡസിൽ ഓൾട്ടർനേറ്റർ ഇല്ല, അതേമാതിരി തന്നെ സ്റ്റാർട്ടർ മോട്ടർ ഇല്ല. അപ്പോൾ ഇത് രണ്ടും തന്നെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ അകത്താണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മോഡൽ വണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഉടൻ തന്നെ ഇടുന്നതാണ്. ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റർ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാൻ സാധിക്കത്തില്ല, അതേമാതിരി തന്നെ സ്റ്റാർട്ടർ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാൻ സാധിക്കത്തില്ല. ഇതെല്ലാം തന്നെ ഇൻബിൽഡ് ആയിട്ട് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ അകത്താണ് വരുന്നത്. ഇതിന് പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് ISG, ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ എന്നാണ് ഇതിന് പറയുന്ന പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.